സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ നടത്തുന്ന സമരം ഇന്ന് 21ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ആ സമയത്ത് പന്തലിന് മുകളിൽ കെട്ടിയിരുന്ന ടാർപോളിൻ പോലീസ് നീക്കം ചെയ്തു. പുലർച്ചെ 3 മണിയോടെയായിരുന്നു പോലീസിന്റെ നടപടി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരപന്തൽ കെട്ടാൻ പാടില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. ഇന്ന് പുലർച്ചെ പെയ്ത മഴയിൽ ഏതാണ്ട് മുഴുവൻ നനഞ്ഞാണ് ആശമാർ അവിടെ ഉണ്ടായിരുന്നത്. വി വിനോദ് വിവരങ്ങളുമായി. വിനോദിലേക്ക് പോകും മുമ്പ് ഈ മഴ കൊണ്ട് ഇന്ന് രാവിലെയൊക്കെ പുലർച്ചെ പെയ്ത മുഴുവൻ മഴയും കൊണ്ട് ആശാ വർക്കർമാർ നമ്മളോട് സംസാരിച്ചു. അവരുടെ വാക്കുകളിലേക്ക്. അതുകൊണ്ട് മഴയൊന്നും പ്രശ്നമല്ല. പക്ഷേ നമ്മുടെ ഭരണകൂടം ഇങ്ങനെ ചെയ്യുന്നത് ഈ 20 ദിവസമായിട്ട് ഇവിടെ ഈ പെരുമഴയത്തും വെയിലത്തൊക്കെ ഇരിക്കുമ്പോൾ ഇതൊരു കണ്ണില്ലാത്തൊരു ക്രൂരത തന്നെയാണ്. ഒരു 15 പേരാണ് ഉണ്ടായിരുന്നത്. അഴിച്ചു മാറ്റിയതിനു ശേഷം മഴയത്ത് ഇരിക്കുമായിരുന്നു, കസേരയിൽ ഇരിക്കുമായിരുന്നു. എങ്ങനെയാണ് കിടക്കാൻ പറ്റുന്നത്? എല്ലാം നനഞ്ഞു, വിരിച്ചിരുന്നതെല്ലാം നനഞ്ഞു. ഞങ്ങളുടെ പ്ലാസ്റ്റിക് ഷീറ്റും പായും എല്ലാം നനഞ്ഞു. പിന്നെ കിടക്കാൻ പറ്റില്ലല്ലോ, ഇരുന്ന് നേരം വെളുപ്പിക്കുമായിരുന്നു ഇത്രയും സമയം. ഇതിപ്പോൾ ഞങ്ങൾ വീണ്ടും ഒന്ന് പിടിച്ച് ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നതാണ്. പോലീസ് പറയുന്നത് നിങ്ങൾ ഇത് മഴയത്ത് നിങ്ങൾ കുട പിടിച്ചിരുന്നോളാം. നിങ്ങളുടെ ആരുടെ കയ്യിലും കുട പോലും ഉണ്ടായിരുന്നില്ല, മഴയത്തിരിക്കുമായിരുന്നു. വിനോദ് വിവരങ്ങളുമായി. വിനോദ്, പോലീസ് പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. അത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പന്തൽ കെട്ടി സമരം പാടില്ല എന്ന ഹൈക്കോടതി വിധിയുണ്ട്. പക്ഷേ മാനുഷിക പരിഗണന എന്നത് ചിലപ്പോഴെങ്കിലും നമ്മളൊക്കെ നോക്കാറുള്ള ഒരു കാര്യമാണ്. ഇവർ കഴിഞ്ഞ ദിവസം വരെ അവിടെ പന്തലില്ലായിരുന്നു. എപ്പോഴായിരുന്നു ഈ പന്തൽ കെട്ടിയത്? ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചത്? പോലീസ് നടപടി നിയമപരമായി ശരിയാണ്. പക്ഷേ ശ്രീജ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് ഒരു മാനുഷികമായ പരിഗണന, അത് പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇങ്ങനെ 21 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിലിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം കനത്ത ചൂടാണ്. ഈ തീ പോലെ കൊള്ളുന്ന വെയിലിന് താഴെ ഇവരുടെ അവകാശ സമരത്തിന് വേണ്ടി ഒരു പോരാട്ടം നടത്തുന്നു. അതിന് അതിൻ്റെതായ വാദപ്രതിവാദങ്ങളുണ്ട്. ആ കാര്യത്തിലും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഈ ഇങ്ങനെ പെരുമഴ പെയ്യുമ്പോൾ സമരപ്പന്തൽ അല്ലെങ്കിൽ ഒരു ടാർപോളിൻ അഴിച്ചു മാറ്റേണ്ടതുണ്ടായിരുന്നു. അതിന്റെ ഒരു സാവകാശം നേരം വെളുത്ത ശേഷം അത് അഴിച്ചു മാറ്റിയാൽ പോരായിരുന്നോ? അല്ലെങ്കിൽ ഈ പാതിരാത്രി തന്നെ ഇത് അഴിച്ചു മാറ്റി അവരോട് കുടപിടിച്ച് കേന്ദ്രത്തിൽ ഇരിക്കാൻ പറയുന്ന ആ ഒരു രീതി, അത് നിയമമുണ്ട്. നമ്മൾ പല വാർത്തകളിലും പറഞ്ഞിട്ടുള്ളതാണ്. ഈ നിയമം എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടി ആകണം, അല്ലാതെ നിയമത്തിന് വേണ്ടി ആകരുത് മനുഷ്യനെന്ന് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകളൊക്കെ ഓർത്തു പോവുകയാണ്. നമുക്ക് നിയമം നടപ്പാക്കാൻ ഒരു 5-6 മണിക്കൂർ കൂടി കാത്തിരുന്നെങ്കിൽ നേരം വിളക്കുമായിരുന്നു. അതിനുശേഷം ആ നിയമം നടപ്പാക്കാം. വളരെ പെട്ടെന്ന് അങ്ങനെ ഒരു നിയമം നടപ്പാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊരു ചോദ്യം ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. ഏതായിരുന്നാലും സർക്കാർ പറയുന്ന കണക്കുകൾ അതെല്ലാം തന്നെ നമ്മൾ ഇന്നിപ്പോൾ ഈ സമരക്കാരോട് ചോദിച്ചു. സർക്കാർ പറയുന്ന കാര്യങ്ങൾ, അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ഒരു ദിവസം സർവേക്ക് പോകുമ്പോൾ കിട്ടുന്നത് ഏതാണ്ട് 250 രൂപയോ മറ്റുമൊക്കെയാണ് കേന്ദ്രത്തിന്റെ സ്കീമുമായി ബന്ധപ്പെട്ട് സമരത്തിന് പോകുമ്പോൾ ലഭിക്കുന്നത്. അക്കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി വന്നപ്പോൾ തങ്ങൾ സൂചിപ്പിച്ചു എന്നിവർ പറയുന്നു. പാർലമെന്റിൽ നേരത്തെ 2 തവണ സമരത്തിന് പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് 21,000 രൂപ ഒറ്റയടിക്ക് 21,000 രൂപ എന്ന ഓണറേറിയം തുകയിലേക്ക് ഉയർത്താൻ കഴിയുന്നൊരു സാഹചര്യമല്ല. അങ്ങനെ ഒരു ധനസ്ഥിതിയൊക്കെ അതിന്റെ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ സർക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറ്റൊന്ന്, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസവും ഈ സമരക്കാരിൽ നിന്ന് ഏതാണ്ട് 555 പേർ തിരികെ ജോലിയിൽ പ്രവേശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 1000-ഓളം പേരാണ് സമരരംഗത്തുള്ളത്. ബദൽ സംവിധാനം എന്ന നിലയിൽ കൂടുതൽ ആൾക്കാരെ നിയമിക്കാനുള്ള നീക്കവും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. കാരണം ഈ കേന്ദ്ര സർക്കാർ ഏൽപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്, സർവേയും വാക്സിനേഷൻ പോലുള്ള കാര്യങ്ങൾ. അതിൽ മുടക്കം വന്നാൽ പിന്നീട് കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാൻ ബുദ്ധിമുട്ടാവും. നമ്മളിപ്പോൾ കേരളത്തിന്റെ മികച്ച ആരോഗ്യ സ്ഥിതി, പല കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള നമ്മുടെ ഒരു ആരോഗ്യ നിലയെക്കുറിച്ചുള്ള നമ്മുടെ ഒരു വാദമുണ്ട്. കേരളത്തിന്റെ ഒരു സ്ഥിതിയുണ്ട്. അതെല്ലാം തന്നെ തകിടം മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് സർക്കാരും ആശങ്കപ്പെടുന്നു. അതുകൊണ്ട് സർക്കാർ നടപടിയെ പൂർണ്ണമായും വിമർശിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവുമല്ല. മാത്രമല്ല 26,000 ആശമാരിൽ 21,000-ലധികം പേരും ഇപ്പോഴും ഈ സജീവമായി രംഗത്തുണ്ട്. അവർ അവരുടെ ജോലിയിൽ വ്യാപൃതരാണ്. സമരം നടത്തിയിരുന്ന ആളുകളും കുറെ പേർ ഇപ്പോൾ സമരത്തിലേക്ക് പോയിരിക്കുന്നു. ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇതൊരു കലാപാന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം എന്ന നിലയ്ക്കുള്ള ഒരു സന്ദേശം പുറത്തു വരികയും ചെയ്തിരുന്നു. അത് പക്ഷേ ഈ മറച്ചേരിയിലുള്ള ആളുകൾ തങ്ങളുടെ ഗ്രൂപ്പിൽ നുഴഞ്ഞു കയറി ഇട്ടതാണെന്ന കാര്യമൊക്കെ ഇവർ പറയുന്നുണ്ട്. ഏതായിരുന്നാലും സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായി ഈ പ്രശ്നം പരിഹരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി വിനോദ്, ഇന്നലെ രാത്രിയല്ല, ഇന്ന് പുലർച്ചെ 3 മണിയോടെ പോലീസിന്റെ വളരെ
കൃത്യനിർവഹണ ബോധത്തോടെ നമ്മുടെ പോലീസ് പ്രവർത്തിച്ചു. 3 മണിക്ക് പെരുമഴയത്ത് അവിടെ ഇരിക്കുന്ന ആ സ്ത്രീകൾ നനഞ്ഞ് ഇരിക്കട്ടെ എന്ന് കരുതി കുട പിടിച്ച് വേണമെങ്കിൽ സമരം ചെയ്തോളാൻ പറഞ്ഞ് രാത്രിക്ക് രാത്രി തന്നെ വളരെ കൃത്യമായ ടാർപോളിൻ അഴിച്ചു മാറ്റുകയായിരുന്നു. പക്ഷേ മുൻപ് പലപ്പോഴും അത്രയ്ക്ക് ഉത്തരവാദിത്തോടെ പോലീസ് അത് ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഇന്ന് നേരം വെളുത്തിട്ട് ഇത് മതിയായിരുന്നില്ലേ എന്ന് മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ. പക്ഷേ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പന്തൽ കെട്ടി സമരം നടത്തുന്നത് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കൃത്യമായി ഓർത്തുകൊണ്ട് തന്നെ പറയുന്നു. പക്ഷേ അതിനല്പം സമയം നൽകിക്കൂടെ എന്നായിരുന്നു അവരുടെ ചോദ്യം. ആശമാരുടെ സമരം ഇന്ന് 21ാം ദിവസത്തിലാണ്.